വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല നൽകിയ മഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് പ്രകൃതി എന്നുള്ളത്. പ്രകൃതി സംരക്ഷണം ഒരു സാമൂഹിക പ്രശ്നമായിട്ടല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഖുർആനും പ്രവാചകന്മാരും നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിക വചനങ്ങളും പ്രവാചകന്മാരും മാർഗനിർദ്ദേശത്തിന്റെ വെളിച്ചത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ നിങ്ങളുമായി സമീപിക്കാമെന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഇതിന് തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അത്ഭുതകരമായ സൂക്ഷ്മതയോടുകൂടിയും കൃത്യമായ അളവോടുകൂടിയുമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ സ്ഥാനവും ധർമ്മവുമുണ്ട്. ഈ പ്രപഞ്ചിക സന്തുലിതാവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും ഏതൊരു വസ്തുവിനെയും നാം സൃഷ്ടിച്ചത് വ്യവസ്ഥായ പ്രകാരമാണ്. ഭൂമി, ജലം, അന്തരീക്ഷം, ജീവജാലങ്ങൾ, സസ്യങ്ങൾ ഇവ വെറും വ്യവസ്ഥയുടെ ഭാഗം മാത്രമാണ്. ഈ താളത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് പോലും മനുഷ്യകുലത്തിന് വളരെയധികം നാശത്തിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു മനുഷ്യനെ ആദരിക്കുകയും ഭൂമിയിൽ തന്നെ പ്രതിനിധിയായി നിയോഗിക്കുകയും ചെയ്തു. ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇത്രയും വലിയ പദവിയോടൊപ്പം അള്ളാഹു മനുഷ്യന് വലിയൊരു ഉത്തരവാദിത്വവും നൽകിയിട്ടുണ്ട്. ഭൂമിയെ സംരക്ഷിക്കുക, ഭൂമിയിൽ നാശം വിതയ്ക്കാതിരിക്കുക. അള്ളാഹു തആല പറയുന്നു, വലാ തുഫ്സിദു ഫീ അർളി ബഅദ ഇസ്ലാഹിഹാ. ഞാൻ ഭൂമിയിൽ നന്മ വിതച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നാശം വിതയ്ക്കരുത്. എന്നാൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രിയ മുഅ്മിനീങ്ങളെ? മനുഷ്യൻ പ്രവർത്തിച്ചതിന് ഫലമായിട്ട് ഭൂമിയിലും കരയിലും നാശത്തിന്റെ അടയാളങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ളഹറൽ ഫസാദു ഫീ ബർരി വൽ ബഹർ കമാ കസബത് ഐദീഹിൻ നാസ്. മനുഷ്യരുടെ കൈകാലുകൾ പ്രവർത്തിച്ചതു കാരണം കരയിലും കടലിലും നാശത്തിന്റെ അടയാളങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്നുള്ളത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാർഗം തന്നെയാണ്. അവിടെ നിന്ന് പരിസ്ഥിതി സംരക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തു. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു ഭരണാധികാരിയാണ്. നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഈ ഒരു ഹദീസ് നിങ്ങളുടെ ചുറ്റുപാടിലെ പരിസ്ഥിതി സംരക്ഷിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധ സാഹചര്യത്തിൽ പോലും മരങ്ങൾ വെട്ടുന്നതിന് മുത്തനബി കർശനമായി വിലക്കിയിട്ടുണ്ട്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യത്തോട് പറഞ്ഞത് ചരിത്ര പ്രസിദ്ധമാണ്. ഫലം കായ്ച്ച മരത്തെ മുറിക്കല്ലേ, കൃഷികൾ നശിപ്പിക്കല്ലേ. മരങ്ങൾ നട്ടുവളർത്തുന്നതിനെയും കൃഷികൾ നശിപ്പിക്കുന്നതിനെയും ഇസ്ലാം കൃത്യമായി വിലക്കിയിട്ടുണ്ട്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം എത്ര പ്രാധാന്യത്തോടെയാണ് പരിസ്ഥിതി സംരക്ഷണത്തെ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നതൊരു കേവലം മുദ്രാവാക്യമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹു നൽകിയ അമാനത്താണ് ഭൂമി എന്നുള്ളത്. ഇതേ വ്യവസ്ഥയോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. വെള്ളം പാഴാക്കാതിരിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. പ്രവാചകന്മാരും ഖുർആനും കാണിച്ചു തന്ന മാർഗനിർദ്ദേശ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക, നല്ല മുഅ്മിനുകളായി ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന ദുആ വസിയത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.